തേങ്ങയൊന്നും അരക്കാതെ നല്ലൊരു വെള്ള ചട്നി തയ്യാറാക്കിയാലോ? അപ്പോൾ ദോശക്കും ഇഡ്ഡലിക്കൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിന് ആവശ്യമില്ല. അതുപോലെ തന്നെ ഇതുണ്ടായി കഴിഞ്ഞാൽ ദോശ ഇഡ്ഡലിയും തീരുന്ന വഴി അറിയില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ചട്നി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിത് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ എള്ളെണ്ണയും ചേർക്കാം. എള്ളെണ്ണയാണ് ചട്നി ഉണ്ടാക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. ഇനി അതിലേക്ക് നമുക്ക് ഒരു ചെറിയ കഷ്ണം സവാള നീളത്തിലരിഞ്ഞതും അതുപോലെ ഒരു വെളുത്തുള്ളിയും ചേർക്കാം. പിന്നെ അതുപോലെ 1-2 പച്ചമുളകും ചേർത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റാം. അപ്പോൾ സവാള വാടിക്കിട്ടാൻ വേണ്ടിയെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഒരുപാടങ്ങ് വെന്തുടയേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വാടിക്കിട്ടിയാൽ മാത്രം മതി. അതുപോലെ പച്ചമുളക് ഇതുപോലെ കീറിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. മുഴുവനായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം മേത്തേക്ക് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് വാടിക്കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അതിനുശേഷം മിക്സീൻ്റെ ജാറിലേക്ക് നമ്മൾ നേരത്തെ വാട്ടി വെച്ച സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ ഒരു 2 അതിൽ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ അളവൊന്നും കൂടി പോകണ്ട. ഇഞ്ചിയൊക്കെ കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ മുന്നിട്ട് നിൽക്കും. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് പൊട്ടുകടലയാണ്. അപ്പോൾ ഒരു 2-3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. നിങ്ങൾ എത്ര ആളുണ്ടോ അതിനനുസരിച്ചിട്ട് അളവിനനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കാം. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഇതിലേക്ക് വെള്ളം ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കുന്നത്. അപ്പോൾ അരച്ചെടുക്കുമ്പോൾ ഇതുപോലെ നല്ല പേസ്റ്റ് പോലെ ആയിട്ട് വേണം അരച്ചെടുക്കാൻ. അതിനുശേഷം നമുക്കിതൊരു ബൗളിലേക്ക് അങ്ങ് മാറ്റാം. അതുപോലെ ചട്നി എത്ര ലൂസായിട്ട് വേണോ അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് ലൂസാക്കി എടുക്കുക. എന്നാൽ ഒരുപാടങ്ങ് ലൂസാവണ്ട, ഒരുപാടങ്ങ് കട്ടിയാവണ്ട. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ടെക്സ്ചർ. അപ്പോൾ ഈ ഒരു സമയം നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ലാസ്റ്റ് വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും കൂടിയും വറുത്തിട്ട് കൊടുക്കാം. അപ്പോൾ വറ്റൽമുളക് ഇതിൽ വറുത്തിട്ട് കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ വെളിച്ചെണ്ണ വറുത്തിടുമ്പോൾ എടുക്കണം എന്നില്ല. വെള്ളെണ്ണ ആയാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ തേങ്ങയില്ലാതെ ആ ഒരു രുചി തന്നെ നമ്മൾ വെള്ള ചട്നി തയ്യാറാക്കിയിട്ടുണ്ട്. എന്തായാലും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ.